ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ബന്നർഘട്ട നാഷണൽ പാർക്കിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സൂ ആണ്. അപ്പോൾ ഞങ്ങൾ സൂയിലേക്ക് നടന്നു. ഫസ്റ്റ് ഞങ്ങളിതേ സീബ്രയെ കണ്ടു. പിന്നെ ഞങ്ങൾ നടന്ന് ചെന്നപ്പോൾ അവിടെ ഒരു ബേബി കെയർ യൂണിറ്റ് കണ്ടു. അപ്പോൾ വാവയുടെ ഡയപ്പറും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി അവളെ ഒന്ന് ഫ്രഷ് ആക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി. അപ്പോൾ ഇതേ രണ്ട് വലിയ ഡൈനോസറിൻ്റെ സ്റ്റാച്ചു ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഡൈനോസറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഞങ്ങൾ ജിറാഫിനെ കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണെന്ന്. അപ്പോൾ ഞങ്ങൾ നടന്ന് ചെന്നപ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ നിന്ന് കോഫി വാങ്ങിച്ച് കുടിച്ചു. നല്ല ഊള കാപ്പിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോരോ ആനിമൽസിനെ ഇങ്ങനെ പതുക്കെ കണ്ട് അങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ മാപ്പും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ ആനിമൽസ് എവിടെയാണെന്ന് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞങ്ങളിതൊരു ശരിക്കും ഒരു സാറ്റർഡേ ആണ് കേട്ടോ പോയത്. അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അതിവിടെ ബാറ്ററി കാർ അവൈലബിൾ ആണ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് അവർ സൂവും ബട്ടർഫ്ലൈ പാർക്കും എല്ലാം ചുറ്റിക്കൊണ്ട് കാണിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടൈഗറിൻ്റെ അടുത്തെത്തി. ടൈഗർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഫേസ്മോൾ അതിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഒരു സോണിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ചെന്നായ, കുറുനരി അങ്ങനത്തെ കുറേ ടൈപ്പ് ഓഫ് ആനിമൽസിനെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പതുക്കെ കണ്ട്. ഇതൊക്കെ കുറച്ച് നല്ല ദൂരത്താണ് കേട്ടോ. അപ്പോൾ ഈ സഫാരിക്ക് പോയാലൊരു ഗുണം കുറച്ച് അടുത്ത് ഇതിനെയൊക്കെ കാണാം എന്നേ ഉള്ളൂ. ഇതാണ് കുറച്ച് ദൂരെ ആയിരിക്കും ഈ ആനിമൽസൊക്കെ. ഹൈന പിന്നെ നമ്മൾ ആരെയും മൈൻഡ് ചെയ്യാതെ പുള്ളിയുടേതായ ലോകത്താണ് കേട്ടോ. ഇവിടെയും ഇഷ്ടംപോലെ പൂക്കളും നല്ല രസമാണ് കാണാൻ. പിന്നെ ഇവിടെ ബോട്ടിങ് അവൈലബിൾ ആണ്. കുഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങൾ അത് ചൂസ് ചെയ്തില്ല. 2 പേർക്ക് പോകാം, ഒരാൾക്ക് പോകാം, ഗ്രൂപ്പായിട്ട് പോകാം. അങ്ങനെ ബോട്ടിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹിപ്പോപ്പൊട്ടാമസിനെ കാണാനാണ് കേട്ടോ. 2 പേര് വെള്ളത്തിൽ കിടക്കുന്നു, ഒരാൾ കരയിൽ ഇങ്ങനെ കിടക്കുന്നു. ഭയങ്കര ഒച്ചത്തിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ആനയെ കാണാനാണ് കേട്ടോ. ഇവിടെ ആനയുടെ ആനയെ അഡോപ്റ്റ് ചെയ്ത ആൾക്കാരുടെ പേരും വിവരങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് പുതിയൊരറിവാണ്. ആന എങ്ങനെ ഇവർ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ആനയെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഒരാളുടെ അപ്പയുടെ മുടിയൊക്കെ പിഴുതെടുക്കുന്നുണ്ട്. അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ആന ഇവിടുന്ന് കുറുമ്പൊക്കെ കാണിച്ച് ഇതിനെ കാണാൻ ഭയങ്കര തിരക്കായിരുന്നു ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ അതും കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ അവിടെ നിന്നു. ഈ സൂ തന്നെ ഓൾമോസ്റ്റ് നമുക്കൊരു 2.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. നല്ല തണുപ്പുമാണ് ഇതിനകത്ത്, നിറയെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത സെറ്റ് ഓഫ് ഫുഡ് കഴിപ്പിലേക്ക് കടന്നു. അവൾക്ക് ഇഡ്ഡലിയും ചമ്മന്തിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കുകയാണ്. ഇത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഓൾമോസ്റ്റ് ആനിമൽസിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും ബേർഡ്സിൻ്റെ സെക്ഷനൊക്കെയാണ് കേട്ടോ. കുറേ വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ടായിരുന്നു. ഇത് എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കിനും ഞങ്ങളൊക്കെ ഓൾമോസ്റ്റ് ടയേർഡായി. നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ. അപ്പോൾ ഇതൊന്നും കാണാൻ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ എല്ലാം ഒന്ന് വീഡിയോ എടുത്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തെ നിറച്ച് ഫ്ലമിംഗോ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വീഡിയോയൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ പതുക്കെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചതേ പുറത്തേക്ക് ഇറങ്ങുകയാണ്.
പുറത്ത് ഞാൻ പറഞ്ഞില്ലേ നിറച്ചും കടകളുണ്ടായിരുന്നെന്ന്. അപ്പം ഒരു കടയിൽ ഞങ്ങളിങ്ങനെ ജസ്റ്റ് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഈ ഒരു ജോക്കറിൻ്റെ ഒരു സംഭവം ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഇത് വാങ്ങിച്ചു. കുറേ ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെയാണ് ബന്നർഘട്ട നാഷണൽ പാർക്കിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ 3 പാർട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ടേക്ക് കെയർ. സീ യു. ബൈ ബൈ.